ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ വായന ഭാഗം 2 ദിനവൃത്താന്തം 7, 8 അധ്യായങ്ങൾ. ഇന്നത്തെ കുറുവാക്യമായി 2 ദിനവൃത്താന്തം 7 അധ്യായം 1 വാക്യം. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. ശലോമോൻ രാജാവിൻ്റെ ഭരണ സുവർണ കാലഘട്ടത്തിൽ ദേവാലയ പ്രതിഷ്ഠ കഴിഞ്ഞ് ദൈവത്തിൻ്റെ ഇടപെടലും പ്രവർത്തനവും എന്താണ് സംഭവിച്ചത് എന്ന് ഈ ഭാഗത്ത് വിവരിക്കപ്പെടുന്നു. രാജാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ എന്തു സംഭവിച്ചു എന്നത് 7 അധ്യായത്തിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാം. ഈ സംഭവ പശ്ചാത്തലത്തിൽ നിന്ന് 2 ചിന്തകൾ പങ്കിടട്ടെ. ഒന്നാമതായി, പ്രാർത്ഥനയ്ക്ക് മറുപടി. വിവിധ തിരക്കുകളും ഭരണ ചുമതലകളുമുള്ള ശലോമോൻ രാജാവ് ദേവാലയ പ്രതിഷ്ഠ കഴിഞ്ഞ് 8-ാം ദിവസം നടത്തിയ വിശുദ്ധ സമ്മേളനത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ദഹനയാഗവും ദഹിപ്പിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ്സും ദേവാലയത്തിൽ നിറഞ്ഞു. ദൈവത്തിനായി നാം നൽകുന്നത് വളരെ കൃത്യതയോടും പൂർണ്ണതയോടും വിശുദ്ധിയോടും കൂടെയാണെങ്കിൽ ആരാധന അർത്ഥപൂർണമാവും. ഇന്നത്തെ തിരക്കുകളുടെ മധ്യത്തിൽ നാം ആരാധനയ്ക്കായി സമയം വേർതിരിക്കാറുണ്ടോ എന്നും അപ്പോൾ എത്രമാത്രം ഭയഭക്തിയോടെ നാം ആയിരിക്കുന്നു എന്നതും സ്വയം പരിശോധിക്കാം. രണ്ടാമതായി, യാഗപീഠ പ്രതിഷ്ഠ. 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രതിഷ്ഠ ഭംഗിയായി പൂർത്തിയായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യാഗപീഠ പ്രതിഷ്ഠ വഴി ദൈവവുമായുള്ള ആശയവിനിമയ സാധ്യത വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ അതിനുള്ള ഒരു വാതിൽ തുറക്കപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നിരന്തര പ്രാർത്ഥനകൾ രൂപപ്പെടേണ്ട വിശുദ്ധ മന്ദിരമായ നാം സ്വയം വിശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ ദൈവാത്മാവായ അഗ്നി ഇറങ്ങി വരികയുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവാരാധനയ്ക്കായി നാം ഒരുക്കുന്ന ഇടങ്ങളിൽ ദൈവമഹത്വം ദർശിപ്പാൻ നമ്മെ തന്നെ വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയ്ക്ക് യോഗ്യനെ, നിന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഞങ്ങളെ നിരന്തരം ഓർപ്പിക്കണമേ. ആമേൻ.